ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്ന് അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്ത്. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നു. ഗ്രാമപഞ്ചായത്തിൽ കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനായി പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു ശ്രമത്തിന് തയ്യാറായത്. വെടിവെക്കുന്നതിനായി പഞ്ചായത്ത് അനുമതി ലഭിച്ച റിതിൻ റോയ്, ജോബി ജോൺ എന്നിവരാണ് കാട്ടുപന്നിയെ വെടിവെച്ചത്. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണം വളരെ വലുതാണ്. കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കൽ ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ആളുകൾക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഉള്ള രീതിയിൽ ഈ കാട്ടുപന്നികൾ ചെയ്യുന്ന കൃഷികളെല്ലാം നശിപ്പിക്കുന്ന തരത്തിലേക്കൊരു സമീപനം ആണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കേരള സർക്കാർ ഇത്തരത്തിൽ പഞ്ചായത്തുകളോട് കാട്ടുപന്നികളെ വെടിവെക്കാൻ ഓർഡർ ഇട്ടപ്പോൾ അയ്യമ്പുഴ പഞ്ചായത്തും ഇത്തരത്തിൽ ലൈസൻസ് ഉള്ള ആളുകൾക്ക് നമ്മൾ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് വേണ്ടി അനുമതി കൊടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ മൂലേപ്പാറ ഈ കന്നാരത്തോട്ടത്തിൽ, ഈ പൈനാപ്പിൾ തോട്ടത്തിൽ ഇറങ്ങിയ പന്നിയെ വെടിവെച്ച് കൊല്ലാനായിട്ട് നമുക്ക് സാധിച്ചു. ഇനിയും ഇത്തരത്തിൽ ആക്രമണം ഉള്ള സ്ഥലത്ത്, പന്നികളുടെ ആക്രമണം ഉള്ള സ്ഥലത്ത്. അയ്യമ്പുഴ പഞ്ചായത്തിൽ 70% ആളുകളും കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളുകളാണ്. കാട്ടുപന്നികൾ വലിയ നാശനഷ്ടമാണ് ഓരോ കർഷകനും ഉണ്ടാകുന്നത്. ഇതുമൂലം കൃഷിക്കാർ കൃഷി നിർത്തേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പഞ്ചായത്ത് എന്ന രീതിയിൽ കർഷകന് കൃഷിയിടം സംരക്ഷിക്കാൻ സോളാർ ഫെൻസിംഗ് ഇട്ടുകൊടുക്കുന്നുണ്ട് എങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിൽ കൃഷി വ്യാപകമായി കാട്ടുപന്നി നശിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PU ജോമോൻ പറഞ്ഞു. ഇതിലൂടെ പ്രദേശത്തെ കർഷകർക്ക് ഒരു വലിയ ആശ്വാസമാണ് ഉണ്ടായതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി.